ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിന് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലും തുടക്കം കുറിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലെ ആദ്യഘട്ടം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ജനകീയ ക്യാമ്പയിൻ നടത്തുന്നത്. സർക്കാർ, സ്വകാര്യ, സഹകരണ മേഖലകൾ, സന്നദ്ധ പ്രവർത്തകർ, സംഘടനകൾ, പൊതുസമൂഹം തുടങ്ങി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന്റെ ആദ്യഘട്ടം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ. ഈ കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, ഗർഭാശയാർബുദം എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും. ഇതിന്റെ ഭാഗമായി മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലേഡീസിനെ തന്നെയാണ്. മോസ്റ്റ്ലി നമുക്ക് പറയാനുള്ളത് എല്ലാ ലേഡീസിനും അതായത് ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അവർ പറയാതിരിക്കുന്ന ഒരു സംഭവമാണ്. ഇൻ കേസ് എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദേ ഹെസിറ്റേറ്റ് ടു സേ ഇറ്റ് ഔട്ട് എന്ന രീതിയിലാണ്. അവർക്കത് ഒരു പറയേണ്ട ഒരു ചമ്മലാണോ, അല്ലെങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന രീതിയിലാണ് അത് മോസ്റ്റ്ലി ഇങ്ങനത്തെ കേസസ് അങ്ങനെ ഫൈനൽ സ്റ്റേജിലൂടെ എത്താനുള്ള ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അശോക്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു എന്നിവർ ക്യാൻസർ പ്രതിരോധം സംബന്ധിച്ച ബോധവൽക്കരണം നൽകി. പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും ക്യാമ്പയിനിൽ പങ്കാളികളായി. BPL വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും പരിശോധന. APL വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധനാ സൗകര്യം ലഭ്യമാക്കും. സ്വകാര്യ ആശുപത്രികളും ലാബുകളും ഇക്കാര്യത്തിൽ സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.